മുൻപും കുറേ കേസുകളുണ്ട്. അതായത് ഞാൻ കഴിഞ്ഞ വർഷം ഏപ്രിൽ 2014 ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആഡ് കണ്ടിട്ടാണ് ഇവരുടെ ഈ സ്ഥാപനത്തിനെ അപ്രോച്ച് ചെയ്യുന്നത്. അന്നേരം 6,25,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ UK കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പ്രോസസ്സ് നീണ്ടു പോകുമ്പോൾ പിന്നെയും വീണ്ടും ഇവർ പൈസ ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസിൻ്റെ ഓഫീസിലേക്ക് ഒരു മെയിൽ അയച്ച് ചോദിച്ചു, ഇവർ രജിസ്റ്റേർഡ് സ്ഥാപനമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മെയിൽ അയച്ചു. അവിടുന്ന് എനിക്ക് കിട്ടിയ റെസ്പോണ്ട് എന്ന് വെച്ചാൽ രജിസ്റ്റേർഡ് അല്ല എന്നുള്ള ഇത് കിട്ടി. തുടർന്ന് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഇതേപോലെ പല പേരിലും സ്ഥാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. 2020-22 കാലഘട്ടത്തിൽ ബിഗ് വിഗ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പേര് ദുരുപയോഗപ്പെടുത്തി അബ്രോഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി എന്നും പറഞ്ഞിട്ട് ഒരു സ്ഥാപനം നടത്തി കുറേ ആൾക്കാർ അന്ന് അർമേനിയയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. അതിൽ ഒരു 5 പേര് ചേർന്ന ഒരു കേസ് ഫെറോക്ക് സ്റ്റേഷനിൽ 2022 7 മാസം FIR ഇട്ടിട്ടുണ്ട് ഫെറോക്ക് സ്റ്റേഷനിൽ. ആ കേസ് ഇപ്പോൾ നിലവിൽ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫെറോക്ക് കോഴിക്കോട് മുമ്പാകെ ഇപ്പോൾ ആ കേസ് അതിലിവർ ആബ്സ്കോണ്ടിങ് ആണ്. ഇവർ ബെയിലെടുക്കാണ്ട് ആബ്സ്കോണ്ടായി നടക്കുകയാണ്. പിന്നെ ഇവർ എടപ്പള്ളിയിൽ എളമക്കര വേറൊരു സ്ഥാപനം ഇവർ തുടങ്ങിയിട്ട് 2022 ലാസ്റ്റിൽ അവിടെയും ഒരു 8 പേരെ ഇങ്ങനെ പറ്റിച്ച് കുറച്ച് കേസൊക്കെ ആയി. അവിടെ FIR ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പൈസ ഇവർ സെറ്റിൽ ചെയ്തു. ഇപ്പോൾ പുതിയ ആൾക്കാരെ പെടുത്തിയിട്ട് പഴയ ആൾക്കാരുടെ പൈസ സെറ്റിൽ ചെയ്ത് ആ കേസ് ഒഴിവാക്കി. 2023 ഇവർ ഈ ടേക്ക് ഓഫ് എന്ന് പറയുന്ന കൺസൾട്ടൻസി തുടങ്ങിയിട്ട് ആസ്റ്റർ മെഡിസിറ്റിയിലെ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവർ. എന്നാൽ പറ്റിച്ച് അതായത് ഇതിലേക്ക് കുറേ ആൾക്കാർ ഇങ്ങനെ മാഞ്ചസ്റ്റർ UK മാഞ്ചസ്റ്റർ എന്ന് പറയുന്ന സിറ്റിയിലേക്ക് ടെസ്കോ എക്സ്പ്രസ്സിലേക്ക് ആൾക്കാരെ കൊണ്ടുവന്ന് പറഞ്ഞിട്ടാണ് ഇവർ കൊണ്ടുപോയി. ഇപ്പോൾ തന്നെ അങ്ങനെ കുറേ ഇതായിട്ട് കേസൊന്നും എടുക്കാതെ ആയപ്പോഴത്തേക്ക് ഞാനിവിടെ സെൻട്രൽ സ്റ്റേഷൻ വന്ന് നവംബർ മാസത്തിൽ പരാതിപ്പെടുകയും പിന്നെ ഞാൻ അന്നേരം തന്നെ ബാക്കിയുള്ള ക്ലയൻസിനെയൊക്കെ ഇൻഫോം ചെയ്യുകയും ചെയ്തു. ഞാൻ പേഴ്സണലി നമ്പർ കണ്ടെത്തി ഇൻഫോം ചെയ്തു. ഞാൻ എൻ്റെ സ്റ്റേഷൻ വടകര സ്റ്റേഷനിൽ ജനുവരി മാസത്തിലൊരു FIR ഇട്ട് അപ്പോൾ അവിടെ നിന്ന് അന്വേഷണം നടക്കുന്നുണ്ട്. പിന്നെ സെൻട്രൽ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറേ അധികം കേസ് വന്നത് കാരണം സെൻട്രൽ സ്റ്റേഷനിൻ്റെ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്ത് ഇവിടെ SI അജയ്കുമാർ സാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്ട്രാ എഫേർട്ട് കാരണമാണ് ഇന്ന് ഈ പറയുന്ന കാർത്തിക അറസ്റ്റ് ഉണ്ടാവാൻ കാര്യം. പിന്നെ കുറേ കേസസ് ഉണ്ട് ഇവർക്ക്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സെൻട്രൽ സ്റ്റേഷനിൽ തന്നെ 4-5 FIR ഉണ്ട്. പിന്നെ തൃശ്ശൂർ 2 ചേർപ്പ് സ്റ്റേഷനിലും മണ്ണുത്തി സ്റ്റേഷനിലും ഉണ്ട്. വടകര എൻ്റെ കേസുണ്ട്. ശാസ്താംകോട്ടയിലൊരു കേസുണ്ട്. ഇന്ന് വിളിച്ചിരുന്നു അവിടെ ശാസ്താംകോട്ടയിൽ നിന്നും ഏതോ കേസുണ്ടെന്ന് പറഞ്ഞ സ്റ്റേഷനിൽ വിളിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞു. ബാംഗ്ലൂരുണ്ട്. അപ്പോൾ എൻ്റെ അറിവിൽ കുറഞ്ഞതൊരു 100ഓളം ക്ലയൻസ് ഇതിലേക്ക് പെട്ടു. അതും പുറം രാജ്യത്തേക്ക് ജോലി ഒരു കുടുംബം പൂറ്റാനായിട്ട് എന്തെങ്കിലും ഒരു ജോലി എന്ന് പറഞ്ഞ് പോകാൻ ഒരു പ്രതീക്ഷയായിട്ട് നിൽക്കുന്ന ആൾക്കാരെയാണ് ഇവർ മാക്സിമം പറ്റിച്ചേക്കുന്നത്. പിന്നെ ഇവർ ഈ ഡോക്ടർ എന്ന് പറയുന്നത് വെറുതെ ഡോക്ടറല്ല, ഇവരും ഇവരുടെ ഹസ്ബൻഡ് അഭിറാം തറയിൽ എന്ന് പറയുന്ന വ്യക്തിയും കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ ഈ തട്ടിപ്പ് നടത്തിയേക്കുന്നത്. അഭിറാം തറയിലിൻ്റെ ബ്രദറാണ് കഴിഞ്ഞ ദിവസം സ്കോട്ട്ലൻഡ് യാർഡിൽ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് ആദ്യം പറഞ്ഞു. അതായത് പിന്നെ അത് സ്ഥിരീകരിച്ചു, സൂസൈഡാണ് സ്ഥിരീകരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു അഭിറാം തറയിലിൻ്റെ ബ്രദർ ഏബിൽ തറയിലിൻ്റെ പേര് പറഞ്ഞാണ് ഏബിൽ തറയിലാണ് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ആദ്യം നമ്മുടെ കയ്യിൽ നിന്ന് ഈ പൈസ മേടിക്കുന്നത്. പൈസ മേടിച്ചിട്ട് ഇവർക്ക് എന്തായാലും കൊണ്ടുപോകാനുള്ള ഇൻറ്റൻഷൻ ഇല്ലായിരുന്നു. പിന്നെ മനസ്സിലായെന്ന് വെച്ചാൽ ഇവർ ഒരിടത്തും രജിസ്റ്റേർഡ് അല്ല, സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടി. ഇവർ ആദ്യം കുറേ ക്ലയൻസിനെ എടുക്കും, അവരെ ഇങ്ങനെ മെഡിക്കൽ അങ്ങനെ കുറേ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള കുറേ ലെങ്തി പ്രോസസ്സാണ്. ഒരു 6-7 മാസം ഇങ്ങനെ മെഡിക്കൽ അത് ഇതെന്ന് പറഞ്ഞ് ഡിലേ ആക്കും. പിന്നെ ഒരു 8-9 മാസം കഴിയുമ്പം ഇവർ അത് റിജക്ഷൻ എന്തെങ്കിലും കാരണം പറഞ്ഞ് റിജക്ഷൻ അടിക്കും. അപ്പോൾ ഒരു 3 മാസം അഗ്രിമെൻ്റ് പ്രകാരം ഒരു 3 മാസത്തെ ഗ്യാപ്പ് കിട്ടും അവർക്ക്. അങ്ങനെ 1 വർഷത്തോളം ഇവർ ഈ പൈസയും ഡോക്യുമെൻസും കയ്യിൽ പിടിച്ചു വെച്ചിട്ട് പിന്നെ ക്ലയൻസ് പ്രശ്നം ഉണ്ടാക്കി തുടങ്ങും. കുറച്ചായിട്ട് പൈസ തിരിച്ച് കൊടുക്കുന്നതായിരുന്നു ഇവരുടെ സ്ഥിരം പരിപാടി. ഈയിടെയായിട്ട് കുറച്ചധികം കേസ് വന്നത് കാരണം ഇവർക്ക് സ്ഥാപനം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ പറ്റാണ്ടായി. അപ്പോൾ ഇവർക്ക് ക്യാഷ് ഫ്ലോ ഇവരെ കട്ടായി. ഇവർക്കിപ്പോൾ ആർക്കും പൈസ തിരികെ കൊടുക്കാനില്ല. അതാണ് ഇവർ ഈ ആൾക്കാരുടെ ഈ പാവങ്ങളെ പൈസ മൊത്തവും പറ്റിച്ച് ഇവരിങ്ങനെ മേക്കപ്പും കളിച്ച് ഫുള്ള് കോസ്മെറ്റിക് സർജറിയും കാര്യങ്ങളും ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ മോഡലിംഗ് എന്നും പറഞ്ഞ് കുറേ ഫോട്ടോസ് ഇട്ട് അങ്ങനെ നടക്കുകയാണ്. ഇവരുടെ ഫാമിലി ഫുൾ ഇത് തന്നെ. പത്തനംതിട്ട ഇവർ 2023 2 കുട്ടികളെ 15 ലക്ഷം രൂപ പറ്റിച്ചിട്ട് നാട്ടിൽ നിന്ന് മുങ്ങി നടക്കുകയാണ്. അടൂർ പോലീസ് സ്റ്റേഷനിലും പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലും ഒക്കെ ഇവരുടെ പേരിൽ കേസുണ്ട് ഓൾറെഡി. ഇപ്പോൾ ഫെറോക്കിലുണ്ട്, കോഴിക്കോടുണ്ട്, വടകരയുണ്ട്. അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് കേസസ് ഇവരുടെ പേരിൽ രജിസ്റ്റർ ആണ്. പക്ഷേ സെൻട്രൽ പോലീസ് എഫേർട്ട് എടുത്ത് എൻ്റെ കേസ് വടകര ഇന്ന് ജനുവരിയിൽ രജിസ്റ്റർ ആണ്. പക്ഷേ ഇതുവരെ ഒരു അറസ്റ്റ് ഉണ്ടായിട്ടില്ല. സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഉണ്ടായ ഒരു കുറേ കേസസ് വന്നത് കാരണം ഇവരൊരു എക്സ്ട്രാ എഫേർട്ട് എടുത്ത് സ്പെഷ്യൽ ബ്രാഞ്ച് പോയിട്ട് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവർ വാങ്ങി വെക്കും. ഡോക്യുമെൻറ്റ്സ് ഇവർ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് പാസ്പോർട്ട് സഹിതം പാസ്പോർട്ടും ഒറിജിനൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സും എല്ലാം കൈവശം വെച്ചിട്ട് ആണ് ഇവർ കളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പൈസ ചോദിച്ച് നമ്മൾ അവർ
അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എൻ്റെ കയ്യിലാണ്, ഞാനത് കൊണ്ടുപോയി പാസ്പോർട്ട് ഇമ്പം ചെയ്ത് കളയും, അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തുന്നത്. പിന്നെ ഒരു 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 സമയം കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ ടോൺ അങ്ങ് മാറും. പിന്നെ ഈ അഭിരാം തറയിൽ എന്ന് പറയുന്ന ഭർത്താവ് പുള്ളി ഇടപെടുകയും പുള്ളി വേറെ ഒരു ടോണിൽ കണ്ടു കളയും, നീയൊക്കെ നിനക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ചെയ്യ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ആ ഒരു ടോണിലേക്ക് മാറുന്നുണ്ട്. അത് ഭീഷണി. പിന്നെ എവിടെ പോയാലും പുള്ളിക്കാരത്തോട് ഒരു 10 പേര് ബൗൺസേഴ്സായിട്ട് ഒരു 10 പേര് എപ്പോഴും ഉണ്ടാവും. അവരെ വെച്ചിട്ടാണ് ഈ കളിക്കുന്നത്. മൊത്തത്തിൽ ഇത് തന്നെയാണ് ഇവരുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പിക്കൽ കേസ് ഓഫ് ഡ്രഗ് അബ്യൂസാണ്. അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട് ഇവർക്ക്. സന്ധ്യ കഴിഞ്ഞാൽ അവർ പറയുന്നതൊന്നും അവർക്ക് വെളിവില്ലാത്ത കാര്യങ്ങൾ അവർ പറയുന്നത്. അവരുടെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അവരുടെ പൈസ മൊത്തം പോകുന്നത് ബീവറേജസിലും ഇതിലൊക്കെ ആയിട്ടാണ് അവർ ഈ പാവപ്പെട്ട ആൾക്കാരുടെ പൈസ മൊത്തം സ്പെൻഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. എനിവേസ് സെൻട്രൽ സ്റ്റേഷന് വലിയൊരു താങ്ക്സ്. അവർ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് അവർ അറസ്റ്റ് ചെയ്തു. തുടർന്ന് ഈ കേസ് ഇങ്ങനെ വിട്ടുകളയരുത്. പക്ഷേ ഒരുപാട് ആൾക്കാർ ഇത് മാത്രമല്ല, ഒരുപാട് ഏജൻസീസ് ഇതേപോലെ എറണാകുളം സിറ്റിയിലും പല സിറ്റീസിലായിട്ടും ഒരുപാട് ഏജൻസീസ് ഇങ്ങനെ. അപ്പോൾ നിങ്ങൾ മീഡിയ പേഴ്സൺസ് ആണെങ്കിലും എഫേർട്ട് എടുത്തിട്ട് എങ്ങനെയെങ്കിലും ഇത് കർബ് ചെയ്യണം. നമ്മൾ ഒരു ജോലിക്ക് നമ്മൾ ഒരു മണി ചെയിനോ അല്ലെങ്കിൽ പൈസ ഇരട്ടിപ്പിക്കാനോ കൊണ്ടുപോയി കൊടുക്കുന്നല്ല, ഒരു ജോലി സാധ്യതയായിട്ട് നമ്മൾ മുന്നോട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അത് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ 1 വർഷത്തോളം 2 വർഷം ഇനി അതൊരു കേസായിട്ട് ഇനിയിപ്പോൾ ഇത് കേസായി കഴിഞ്ഞാൽ ഇനി എനിക്ക് ഈ പൈസയും കാര്യങ്ങളൊക്കെ കോടതിയിൽ നിന്ന് കേസ് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് 5 or 6 കൊല്ലമാവും. അന്നേരം എനിക്ക് പൈസ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.